പണം മുടക്കി പൂജകളൊക്കെ ചെയ്യേണ്ടതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാനും ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് തന്നെ എല്ലാവരുടെയും പോയിട്ട് നമ്മൾ പൂജകൾ ചെയ്യാറുണ്ട്. കാരണം നമ്മളുടെ ബിസിനസ് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ്. അതിനെന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാവില്ല. അപ്പൊ നമ്മൾ ദൈവസഹായം ഓട്ടോമാറ്റിക് ചോദിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം, നമ്മളുടെ ദാമ്പത്യ ജീവിതം, നമ്മുടെ കുടുംബ ജീവിതം, നമ്മുടെ ആരോഗ്യം, ഇതൊക്കെയും നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും ചിന്തിക്കാത്തത്. എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു പ്രോബ്ലം വന്ന് നമ്മൾ തളർന്നു കിടന്നാൽ ഒരാളും നമ്മുടെ കൂടി ഉണ്ടാവില്ല. അപ്പോ നാട്ടുകാർക്കും വീട്ടുകാർക്കും കുറെ സഹായം ചെയ്ത ഒരാളെന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ നമ്മൾ കുറെ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു, കുറെ കാശ് ചെലവാക്കി നമ്മൾ സഹായിച്ച ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അപ്പോഴും നമ്മൾ ഓടിച്ചെല്ലുന്നത് ഏതെങ്കിലും അമ്പലത്തിലോ ദൈവത്തിന്റെ അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അടുത്തോ ഒരു വാസകന്റെ അടുത്താണ് ചെല്ലുക. അപ്പൊ അവരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുന്നതും നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ വ്യക്തിയുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുകയും നാളെ നിങ്ങളുടെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അതിശക്തമായിട്ട് ചെയ്തു തരുന്ന പൂജകൾ ചെയ്തു തരുന്ന ആ ഒരു ദൈവികപരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായാൽ നിങ്ങൾക്ക് ഗുണം തന്നെ ഉണ്ടാവുള്ളൂ, ഒരിക്കലും ദോഷം ഉണ്ടാവില്ല.